എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ ആരാധനാ രീതികളിൽ ഭഗവാനെ ഉപാസിക്കാനായിട്ട് നിരവധി മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ് ഷഷ്ടി വ്രതം. ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഷഷ്ടി വ്രതവുമായിട്ട് ബന്ധപ്പെട്ട കഥകളാണ്. ഷഷ്ടി എന്നുള്ളത് ഒരു മാസത്തിൽ 2 തവണ വരും, 2 തിഥികളിലായിട്ട്. വെച്ചാൽ വെളുത്ത പക്ഷത്തിലും ഷഷ്ടിയുണ്ട്, കറുത്ത പക്ഷത്തിലും ഷഷ്ടിയുണ്ട്. ഈ ഓരോ പക്ഷത്തിലെയും 6ാമത്തെ തിഥിയാണ് ഷഷ്ടി. 6 എന്നുള്ള സംഖ്യ സുബ്രഹ്മണ്യസ്വാമിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ട സംഖ്യയാണ്. ഭഗവാനെ വിളിക്കുക തന്നെ ആറുമുഖൻ അല്ലെങ്കിൽ ഷൺമുഖൻ എന്നാണ്. ഭഗവാന്റെ 6 പടൈ വീടുകളെ കുറിച്ച് പറയും. ആ 6 പടൈ വീടുകൾ എന്നുള്ള വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് 6 സ്ഥലത്താണ് ഭഗവാൻ ഉള്ളത് എന്ന്. ഇതൊക്കെ നമ്മുടെ ഈ ശരീരത്തിലെ 6 ചക്രങ്ങൾ: മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, അതിനു മുകളിൽ സഹസ്രാരം. ഇങ്ങനെ ഈ 6 ചക്രങ്ങളെയാണ് യഥാർത്ഥത്തിൽ അത് സൂചിപ്പിക്കുന്നത്. എങ്കിലും ഈ 6 എന്നുള്ള സംഖ്യ സുബ്രഹ്മണ്യസ്വാമിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷഷ്ടി വ്രതത്തിനും ഭഗവാൻ വലിയ തരത്തിലുള്ളൊരു സ്ഥാനം നൽകിയിട്ടുണ്ട്. ആരൊക്കെയാണോ കൃത്യമായിട്ട് ഷഷ്ടി വ്രതം എടുത്തിട്ട് എന്നെ ഉപാസിക്കുന്നത് അവർക്ക് എൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഭഗവാന്റെ ഒരു പ്രതിജ്ഞ. അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ ഭക്തർ എങ്ങനെയാണോ നാരായണന്റെ ഭക്തർ ഏകാദശിയെ കാണുന്നത്, എങ്ങനെയാണോ മഹാദേവന്റെ ഭക്തർ പ്രദോഷത്തെ കാണുന്നത്, അതുപോലെ സുബ്രഹ്മണ്യസ്വാമിയുടെ, മുരുകനെ സ്നേഹിക്കുന്ന ആളുകൾ ഏറ്റവും അധികം പരിപാവനമായിട്ട് കാണുന്ന ഒരു ദിവസമാണ് ഈ ഷഷ്ടി എന്നുള്ളത്. ഇതിന് 2 തരത്തിലുള്ള കഥകളാണ് പൊതുവിൽ പറയാറുള്ളത്. ഒരു കഥ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. ശ്രീ പാർവതി ദേവി ഭഗവാൻ നാഗരൂപത്തിൽ തപസ് ചെയ്യുമ്പോൾ ഭഗവാന്റെ ആ ഒരു പ്രായശ്ചിത്തത്തിൻ്റെ ഒരു പങ്ക് താനും കൂടെ ചെയ്യുന്നു എന്നുള്ള ഭാവത്തിൽ ആ അമ്മ ഷഷ്ടി വ്രതം എടുത്തു എന്നാണ് സങ്കല്പം. ഇതിന് പുറമെ മറ്റൊരു കഥ കൂടി പ്രചാരത്തിലുണ്ട്. ഭഗവാൻ താരകാസുരനെ നിഗ്രഹിക്കാനായിട്ട് പുറപ്പെട്ടു. ആ സമയത്ത് ഭഗവാൻ ദേവന്മാരുടെ സൈന്യത്തിൻ്റെ സൈന്യാധിപനാണ്, ദേവസേനയുടെ അധിപനാണ്. അത് ദേവസേന എന്ന് വിളിക്കപ്പെടുന്ന ഇന്ദ്രന്റെ മകളുടെ ഭർത്താവ് എന്നുള്ള ഭാവത്തിൽ മാത്രമല്ല, ദേവന്മാരുടെ മുഴുവൻ സൈന്യത്തിൻ്റെയും സർവ്വസൈന്യാധിപൻ ഭഗവാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാനെ മുൻനിർത്തിയിട്ടാണ് ഈ താരകനും ശൂരപത്മനുമായിട്ടൊക്കെയുള്ള യുദ്ധം ദേവന്മാർ ചെയ്യുന്നത്. ഭഗവാന്റെ അവതാരം ഉണ്ടായിട്ടുള്ളത് തന്നെ ആ അസുരന്മാരെ കൊല്ലാനാണ്. എങ്കിലും ദേവന്മാർക്ക് തോന്നി തങ്ങളുടെ കൂടെ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിലേ ഈ കുട്ടിക്ക് ഈ അസുരന്മാരെയൊക്കെ എളുപ്പത്തിൽ ഒരു തരത്തിലുള്ള അപകടങ്ങളും ഇല്ലാതെ വധിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ട തരത്തിലുള്ള അറിവ് കിട്ടാൻ, ആ കുട്ടിക്ക് വേണ്ട തരത്തിലുള്ള ശക്തി കിട്ടാൻ, ആ കുട്ടി ഇപ്പോൾ ഈ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള ഈ കാര്യം ഏറ്റവും എളുപ്പത്തിൽ ഒരു പ്രയാസം ഇല്ലാണ്ട് നടക്കാൻ ഞങ്ങളിതാ ഒരു വ്രതം ഇരിക്കണമെന്ന് പറഞ്ഞ് സമസ്ത ദേവന്മാരും അന്നേ ദിവസം ഷഷ്ടി വ്രതം എടുത്തു എന്നുമാണ് പുരാണത്തിൽ പറയുന്നത്. അപ്പോൾ അമ്മ മകനായിട്ട് എടുത്തൊരു പാരമ്പര്യമുണ്ട്. ഭഗവാന്റെ തന്നെ സൈന്യത്തിൽപ്പെട്ട ദേവന്മാർ അവർ ഭഗവാനായിട്ട് അന്നേ ദിവസം ഷഷ്ടി വ്രതം എടുത്തു എന്നാണ്. ഒരു സ്ഥലത്ത് നമ്മൾ പറഞ്ഞു അമ്മമാര് മക്കൾക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ മാറാനായിട്ട് ഷഷ്ടി വ്രതം എടുക്കാറുണ്ടെന്ന്. ഇവിടെ നോക്കൂ, നമ്മൾ ഏത് കാര്യത്തിനാണോ ഇറങ്ങി പുറപ്പെടാൻ പോകുന്നത് ആ ആരംഭിച്ചിട്ടുള്ള ആ കാര്യം വിജയത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടും ഷഷ്ടി വ്രതം വളരെയധികം എടുക്കുന്നത് നല്ലതാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മളൊരു ബിസിനസ് സംരംഭം തുടങ്ങാൻ പോവുകയാണ്, ഒരു പുതിയ കല പഠിക്കാൻ വേണ്ടി പോവുകയാണ്, ഒരു പുതിയ യാത്ര ഒരു സ്ഥലത്തേക്ക് തുടങ്ങാൻ നിൽക്കുകയാണ്. ഈ സമയത്തൊക്കെ ഇതൊക്കെ ശുഭകാര്യങ്ങളായിട്ടാണല്ലോ കണക്കാക്കണത്. ഇപ്പോൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഈ സമയത്തൊക്കെ ഈ നടക്കാൻ പോകുന്ന കാര്യം ഏറ്റവും മംഗളകരമായി ഒരു വിജയത്തിൽ അത് പര്യവസാനിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ഏറ്റവും അധികം താല്പര്യമുണ്ട് എന്നാണ്. കാരണം ഭഗവാനാണ് മുന്നിൽ നിന്ന് നയിക്കുന്ന ദേവനാണ്, സൈന്യാധിപനാണ്. ഭഗവാൻ എപ്പോഴും മുമ്പിലുണ്ടാവുക. അപ്പം നമ്മളൊരു കാര്യത്തിന് പുറത്തേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്കുള്ള നമ്മുടെ വേഗത വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ പറഞ്ഞു ഭഗവാന്റെ കയ്യിൽ 3 ശക്തിയുണ്ട്. ഒന്ന് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഇത് 3 ഉണ്ടെങ്കിൽ ഏത് കാര്യവും വിജയിക്കാൻ സാധിക്കുള്ളൂ എന്നും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് ഷഷ്ടി വ്രതം എടുക്കുന്ന ആൾക്ക് കിട്ടുന്നത് എന്താ? യഥാർത്ഥത്തിൽ മുരുകൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളും നമുക്ക് വളരെ നന്നായിട്ട് അനുഭവിക്കാൻ സാധിക്കും.
നല്ല ഇച്ഛാശക്തി, ഏതൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടാനുള്ള ധൈര്യം നമുക്കുണ്ടാവും. ഒരിക്കലും നമ്മൾ പിന്തിരിഞ്ഞു നിൽക്കില്ല, ഒന്നിനെയും നമ്മൾ ഭയപ്പെടില്ല, ഒന്നിനെയും നമ്മൾ ആശങ്കയോടുകൂടി കാണില്ല. ആ ഇച്ഛാശക്തി നമുക്കുണ്ടാവും. ആ ഇറങ്ങി പുറപ്പെടാൻ പോകുന്ന കാര്യം എങ്ങനെയാണ് വിജയത്തിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ള നല്ല ധാരണ നമുക്കുണ്ടാവും. അതിലേക്കുള്ള വഴി എന്താണ്, എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാവും. ആ ജ്ഞാനശക്തിയും നമുക്കുണ്ടാവും. അങ്ങനെ നമുക്ക് നല്ല തരത്തിലുള്ള ആത്മവിശ്വാസം ഉണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയുകയും ചെയ്യാം. ഇനി ആ കാര്യം അങ്ങോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ക്രിയാശേഷിയും നമുക്കുണ്ടാവും. ഇത് ഭഗവാൻ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാത്രേ ദേവന്മാർ ഈ ഷഷ്ടി എടുത്തത്. ഭഗവാൻ അത് പ്രത്യേകിച്ച് ഉണ്ടാവേണ്ട ആവശ്യമൊന്നും ഉണ്ടാകുന്നില്ല. ഭഗവാൻ ആ ശക്തിയുടെ തന്നെ മകനാണ്. എങ്കിലും നമുക്കാർക്കെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ, എല്ലാത്തിലും ഒരു താല്പര്യക്കുറവ്, എല്ലാത്തിനെയും ഭയത്തോടു കൂടി മാത്രം നോക്കിക്കാണുന്ന ഒരവസ്ഥ, ഇങ്ങനെയുള്ള ചിന്തയൊക്കെയുള്ള കുട്ടികൾ, യുവാക്കളൊക്കെ ഷഷ്ടി വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണെന്നാണ്. കാരണം ഭഗവാൻ നമ്മുടെ മുമ്പിൽ നിന്ന് നയിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. മനസ്സിൻ്റെ ശുദ്ധി, വാക്കിൻ്റെ ശുദ്ധി, ഒപ്പം തന്നെ ശരീരത്തിൻ്റെ ശുദ്ധി, ഇത് മൂന്നും ഈ സമയത്ത് പ്രാധാന്യമുള്ളതാണ്. സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രത്തിലെ ദർശനം പ്രാധാന്യമുള്ളതാണ്. തിരുപ്പുകൾ അല്ലെങ്കിൽ സ്കന്ദപുരാണം പോലത്തെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യണത് പ്രാധാന്യമാണ്. ഇതൊക്കെ ഒരു തരത്തിൽ ഭഗവാനിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഘടകങ്ങളാണ്. അപ്പം ഇത്തരത്തിൽ ഷഷ്ടിവ്രതത്തിലെ ഭഗവാന്റെ ആ അനുഗ്രഹത്തെ മുഴുവനായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.